ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറക്കരുത്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, കഴിയുമെങ്കിൽ 100 എണ്ണം ചൊല്ലാം. രണ്ടാമത് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 100 എണ്ണം എന്തായാലും ചൊല്ലാം, കഴിയുമെങ്കിൽ 1000 ചൊല്ലാം. മൂന്നാമത് പറഞ്ഞത് നിർബന്ധമായും 1000 സ്വലാത്ത് ചൊല്ലാം. 4, 5, 6, 7, 8 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഒരുമിച്ച് ചൊല്ലാൻ പറ്റിയാൽ ഒരുമിച്ച് ചൊല്ലാൻ നിർബന്ധമില്ല. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് മാത്രം, അൽഹംദുലില്ലാഹ് മാത്രം, അല്ലാഹു അക്ബർ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, ലാ ഹൗല മാത്രം. ലാ ഹൗല ചൊല്ലുമ്പോ തുടങ്ങുന്നത് ലാ ഹൗല ഒന്ന് ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അതിനുശേഷം ഇനി ചൊല്ലണ്ടി എന്ത് ചെയ്യണം? അടുത്തത് മുതൽ വാവ് കൊടുക്കണം. ഏത് വാവ്? കറുത്ത വാവും വെളുത്ത വാവും അല്ല, വാവ് അറബിലെ വാവില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഈ പറയപ്പെട്ട 5 ദിക്റുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഈ 5 ദിക്റിന്റെ കോഴ്സ് അത് 100 എണ്ണാണ്. എല്ലാ ഹദീസിലും അങ്ങനെ കണ്ടേക്കും. 100 എണ്ണം പറ്റുമെങ്കിൽ 100 വീതം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ 100 ആണ്. 100 വീതം 100 വീതം പറ്റുമെങ്കിൽ 100 വീതം ഓരോന്നും പറയാം. അപ്പൊ 8 എണ്ണത്തിലാ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് 8 എണ്ണത്തിലാണ് നിൽക്കുന്നത്. ആ 8 കഴിഞ്ഞിട്ട് 9ാമത്തേത് പറയാം. 9ാമത്തേത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 100 എണ്ണം പറ്റുമെങ്കിൽ ചൊല്ലാം. 100 എണ്ണം ചൊല്ലുന്നത് നല്ലതാണ്. ഹയാത്താക്കാനുള്ള നേരം വിളിക്കണവരെ പരിപാടി വേണമല്ലോ. 10ാമത്തെ ദിക്ർ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അത് നിങ്ങളുടെ ഇഷ്ടം എത്ര എണ്ണെന്ന്. പക്ഷെ അതിനൊരു എണ്ണം ഉണ്ട്. ഓർമ്മയുണ്ടോ? 1479 അതിന്റെ എണ്ണം. ഭയങ്കര ഫലമാണിത്. ഒരാവശ്യം നടക്കാൻ അതങ്ങ് ചൊല്ലിയാൽ മതി. എത്ര വട്ടം? 1479. അത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നതിന്റെ അബ്ജദ് കണക്കാണ്. ഈ ദിക്ർ കൂടുതൽ ചൊല്ലാൻ പറയുന്ന ആളായിരുന്നു മഹാനായ ശൈഖുന ചെറുവാളൂർ ഉസ്താദ്. ഉസ്താദ് ഉപയോഗിച്ച കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? 1479. 1479 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 1479. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 10 എണ്ണം നമ്മൾ പറഞ്ഞു. ഇടയിൽ പറഞ്ഞ 5 ദിക്റുകൾ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വർത്തമാനം, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വർത്തമാനം 4 ദിക്റുകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 ഖുർആൻ തന്നെ. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 ദിക്ർ ഖുർആന്റെ പരിഗണന. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നത് ഈ 4 ദിക്റാണ്. ഓരോന്നിനും ഓരോ ശ്രേഷ്ഠതയാണ്. ഓരോ ശ്രേഷ്ഠ. ഒരുമിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെയാ: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല. 5ാമത്താണ് വേറെ പറയാം. ഏതായാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ അനുഭവം പറയുകയായി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. ഇസ്രാ മിഅ്റാജിന്റെ അനുഭവത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7ാം ആകാശത്തിൽ വെച്ച് ഹബീബായ നബിയെ അണച്ചു പിടിച്ചു വന്നിട്ട് കുശലാന്വേഷണം, സലാം പറയല്, സ്നേഹം പങ്കിടല്, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇഖ്റ ഉമ്മതക മിന്നിസ്സലാം, ഉമ്മത്തിനോട് എൻ്റെ ഒരു അസ്സലാമു അലൈക്കും പറയണേ മോനെ. അല്ലാഹുവേ, ആ സലാം കിട്ടിയവരിൽ ഞങ്ങൾ ചേർക്കണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ സലാം കേൾക്കാനും അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റിയവർ. അല്ലാഹുവേ,
പാപം ചെയ്ത ഞങ്ങളതിൽ പെടുമോ? നീ ഞങ്ങളതിൽ ചേർക്കണമല്ലാ, അതിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഖലീലുല്ലാഹി തങ്ങള് അള്ളാന്റെ ഹബീബിനോട് സലാം പറഞ്ഞയച്ചത് കിട്ടിയ, അത് കൊടുത്തയച്ചത് സ്വീകരിക്കാൻ യോഗ്യത ഉള്ളവർ. അള്ളാഹുവേ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാ, കുടുംബത്തെ പെടുത്തണേ അല്ലാ, തലമുറയെ പെടുത്തണേ അല്ലാ. സലാം പറഞ്ഞാൽ മാത്രം പോരാ, ആ സലാം കിട്ടിയോ എന്നാൽ കേട്ടോളൂ, ആ മക്കളോട് പറയണം, മോനെ അന്നൽ ജന്നത ത്വയ്യിബ ത്വയ്യിബതു ത്വയ്യിബതു തുർബ അദബത്തുൽ മാ വഅന്നഹാ ഖിആൻ വഅന്ന ഗിറാസഹാ. സ്വർഗത്തിലേക്ക് ഒരു കൃഷി ചെയ്യേണ്ടതുണ്ട്, സ്വർഗത്തിലേക്ക് ഒരു കൃഷി ചെയ്യേണ്ടതുണ്ട്. സ്വർഗം കൃഷിക്ക് പറ്റിയ മണ്ണാണ് മക്കളെ, അവിടെ നല്ല വെള്ള സൗകര്യമുണ്ട് മക്കളെ. സ്വർഗത്തിന്റെ കൃഷിഭൂമി വിശാലമാണ് മക്കളെ. എന്താണ് സ്വർഗത്തിലേക്കുള്ള കൃഷി എന്നറിയുമോ? വിത്ത് കൊണ്ടുവരണം, ഭൂമിയിലാ വിത്തുള്ളത്. സ്വർഗത്തിൽ വന്ന് ചെയ്യാനുള്ള വിത്ത്, കൃഷി ചെയ്യാനുള്ള വിത്ത് ഭൂമിയിലാണ്. കേട്ടോളൂ, ഒന്നാമത്തെ വിത്ത് സുബ്ഹാനല്ലാഹ്, അതൊരു മരമായ വര. ഒരു സുബ്ഹാനല്ലാഹ് ഒരു മരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു സുബ്ഹാനല്ലാഹ് ഒരു മരമാ. ഇവിടെ നിന്നൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞോ, സ്വർഗത്തിൽ അതൊരു മരമാണ്, ഒരു മരമാണ്. അങ്ങനെയുണ്ട്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ പേർക്ക് വാപ്പ എഴുതി വെക്കാൻ പോകുന്ന പറമ്പ് അല്ല പറമ്പാണെന്ന് അറിഞ്ഞ ഏകദേശം ഒരു ധാരണയായ, പിന്നെ എവിടെയും നഴ്സറിന്ന് 3 കൊല്ലം കഴിഞ്ഞ് പൂക്കുന്ന മാവും തൈ മേടിക്കലാവും. പിന്നെ അടുത്ത പരിപാടി എന്തേ നടാനുള്ളതാ അല്ലേ? എന്താ, അത് നമ്മുടെയാണിത്, നമ്മുടെ ആയിക്കഴിഞ്ഞു അത്. അല്ലെങ്കിൽ ഒരു 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് അന്വേഷിക്കും. നമ്മുടേത് എന്ന് തോന്നുന്ന ഭൂമിയാണെങ്കിൽ നമ്മൾ അവിടേക്ക് എന്തെങ്കിലും നടാൻ തീരുമാനിക്കും. നമുക്കൊരു ഭൂമി അവിടെ ഉണ്ട്, ആ ഭൂമി അവിടെ കിട്ടുന്ന മക്കൾക്ക് അവിടെ നിന്ന് ഒരാളിങ്ങോട്ട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. സീദന ഇബ്രാഹിം ആ സലാം കിട്ടിയവരിൽ ചേർക്കട്ടെ. ആ സലാം കിട്ടിയിട്ടുണ്ട്, അവിടെ ഭൂമിയുണ്ട് നമുക്ക്. ആ മണ്ണില് കൃഷിയുണ്ട് മക്കളെ. ഈ വാപ്പ കൃഷിക്കാരനായിരുന്നു. അതുകൊണ്ട് പറയണത് മുഴുവൻ ഈ വാപ്പ നല്ലൊരു കർഷകനായിരുന്നു സീദന ഇബ്രാഹിം. എന്ത് വേണ്ടിയാലും എന്നേ പറയൂ, കൃഷി 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 അങ്ങനെ പറയൂ. അങ്ങനെയാണ് നമ്മൾ ഈ കൊയ്ത്തും അതുപോലെ തന്നെ മെതിച്ചെടുക്കലും വിത്ത് നടലും ഒക്കെ സംബന്ധമായിട്ട് കേരളത്തിൽ ധാരാളം പഴഞ്ചൊല്ലുകൾ പിറന്നിട്ടുണ്ട്. അത് സംബന്ധമായി തന്നെ മലയാള സാഹിത്യത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം, ഒരു പഴഞ്ചൊല്ലാണ്. നല്ലത് കൊയ്യാം, വിത്ത് ഗുണം 10 ഗുണം, ബാക്കി എന്തോ വിത്ത് ഗുണം 10. ഇതൊക്കെ ഈ കർഷകരുടെ പഴഞ്ചൊല്ലുകൾ. അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് അതേ കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കർഷക വചനങ്ങൾ ധാരാളം നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി ഒരു കർഷകനായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാന ആദമു ഹാരിഥ, ആദം നബി കർഷകനായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൃഷി റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ بواد غير ذي زرع عند بيتك المحرم. മകനെയും ഭാര്യയെയും കഅബയുടെ മുന്നിൽ താമസിപ്പിക്കാൻ കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ ദ്വാരുന്നതാണ് ഇപ്പൊ ഞാൻ ഓതിയായത്. ആയത്തിൽ മഹാനവറുകള് അള്ളാഹുവോട് ദ്വാരക്കണ ഒരു രംഗാണ്. ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു തലമുറയെ ഇന്നി അസ്കന്തു, വീട് കെട്ടി പാർപ്പിക്കുന്ന പോലെ സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാനിവിടെ പാർപ്പിച്ചു പോവാ. മസ്കൻ, മസ്കൻ വീട്. ഇന്നി അസ്കന്തു, വീട് കെട്ടിപ്പാർപ്പിക്കുക. അല്ലാതെ ഞാൻ ഉപേക്ഷിക്കാന്ന് ഏതോ തലക്ക് ബോധമില്ലാത്ത മനുഷ്യൻ പരിഭാഷ എഴുതി വെച്ചത് മലയാളത്തിലുണ്ട് കേട്ടോ. ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. ഇബ്രാഹിം അങ്ങനെ, ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മൂത്താപ്പട മോനല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം. പരിഭാഷ വായിച്ചാൽ നമുക്ക് നല്ല ദേഷ്യം വരുന്ന പരിഭാഷകളുണ്ട്. ഇബ്രാഹിം മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോയി. അത്ര വലിയ എത്ര വലിയ വൃത്തികെട്ടൊരു സ്വഭാവം. അങ്ങനെയല്ല പറഞ്ഞു. അസ്കന്തു സക്കന യസ്കുനു, സമാധാനത്തോടെ പാർത്തു എന്നാ.
മസ്കൻ എന്ന് പറയുന്നത് വീടിനാണ്, മൻസിൽ എന്ന് പറയുന്നത് വീടാണ്, ബൈത്ത് എന്നത് വീടാണ്, ദാറ് എന്നത് വീടാണ്, മൽജ വീടാണ്, മഅ്വ വീടാണ്. അതിൽ മസ്കൻ ഭാര്യയുള്ള വീടാണ്. മസ്കൻ ഇന്നി അസ്കൻ തു, ഞാൻ വീട് കെട്ടി പാർപ്പിച്ചു, ഞാൻ വീട് കെട്ടി പാർപ്പിച്ചു എന്നാണ് അതിനർത്ഥം. മസ്കൻ, മസ്കൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുള്ള വീടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാം? അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ അംശമായി അള്ളാഹു നമ്മുടെ ഇണയെ പടച്ചു എന്ന ഖുർആൻ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ലിതസ്കുനൂ ഇലൈഹ. ഭാര്യയിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അത് ഉണ്ടെന്നാ പറഞ്ഞത്. ഏത് സമാധാനം? അപ്പൊ സമാധാനം തരണ ആളെവിടെ ഉണ്ട്? ആ വീട്ടിലുണ്ടായാലും അതിന് മസ്കൻ എന്ന് പറയാം. അലി മഅ്വയാണ്, വെറുതെ രാത്രി പോയി കിടക്കാൻ പറ്റിയ സ്ഥലം. കിടന്ന ഉറക്കം കിട്ടുന്ന വീടിനാണ്, അല്ലെ രാത്രിയിൽ പാർക്കൽ നടക്കുന്ന വീടിനാണ് ബൈത്ത് എന്ന് പറയാം. ബാത്തബീത്തു രാബാർത്തു. അതുപോലെ തന്നെ വിരുന്നിന് കയറി നമ്മൾ താമസിക്കുന്ന, സാധാരണ ഒരു വിരുന്നിന് വേണ്ടി 3 ദിവസം പോയി താമസിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ, അത് വിരുന്നിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ, അല്ലെ നമ്മളൊരു വിരുന്നിന് പോയ വീടാണെങ്കിൽ അതിന് മൻസിൽ എന്ന് പറയാം. നസലയൻസിൽ വിരുന്നിനിറങ്ങാം. ഭാര്യയുള്ള വീടിനാണ് മസ്കൻ എന്ന് പറയാ. ഇവിടെ ഭാര്യ മകനുള്ളത് കൊണ്ടാണ് ഇന്നി അസ്കൻ തു. ഖുർആന്റെ ഒരു പ്രയോഗങ്ങളാണ് പറഞ്ഞത്. ഖുർആനിൽ ഇന്നി അസ്കൻ തു എന്ന ഇബ്രാഹിം നബിയുടെ വചനത്തിന് എത്ര അർത്ഥമുള്ളത്. വീട് കെട്ടി പാർപ്പിക്കുന്നു. വീടും പരിസരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബിവാദിൻ ഗൈരി ദീ സറ, നിലവിൽ ഇവിടെ കൃഷിയില്ല അല്ലാ, നിലവിൽ ഇവിടെ കൃഷിയില്ല അല്ലാ, അങ്ങനെയുള്ളടുത്ത് സറ കൃഷിയാണ് വിഷയം, അങ്ങനെ പറയൂ. കൃഷി വഴിയുള്ള വചനങ്ങളാണ് ഇബ്രാഹിം നബിയുടെ വാക്കുകൾ. 7ാം ആകാശത്തിലെത്തിയപ്പോൾ. അതുകൊണ്ട് അങ്ങനെ കൃഷിയില്ലാത്തോടത്ത് ഒരു കുടുംബം താമസിക്കുന്നതിൽ ഭയമുണ്ട്. കൃഷിയില്ലാത്തോടത്ത് ഒരു കുടുംബം താമസിക്കുന്നിടത്ത് ഭയമുള്ളത് കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്. പടച്ചോനെ, ഇവിടെ നിസ്കാരങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം, കൃഷി, കുടുംബം, ഇതൊക്കെ ഇങ്ങനെ ആ ദുആയിൽ വരാണ്. എന്തൊരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുആയാണിത്. റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. കൃഷി ഇല്ലെങ്കിൽ അവിടെ ജീവിതം പ്രയാസാണെന്ന് ആ കർഷകൻ മനസ്സിലാക്കിയ ഈ ഭൂമിയിലെ ഏറ്റവും ശാസ്ത്രീയമായ സാഹചര്യം കൃഷി വേണം. കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബം അവിടെ നിലനിൽക്കൂ. കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു തലമുറ, ദുരിയത്ത് തലമുറ നിലനിൽക്കൂ. കൃഷിയുടെ പശ്ചാത്തലമുള്ള ഗ്രാമീണതയിൽ ആ നിസ്കാരത്തിന്റെ നിലനിൽപ്പതൊരു ബറക്കത്താണ്. ഇതങ്ങുമിങ്ങും വേണ്ടതാണ്. കർഷകർ തന്നെ മിക്കതും അൻസാറുകൾ, മുഹാജിറും അതുപോലെ കൃഷിയാ തൊഴിലുകൾ. അവർക്കുള്ള കൃഷി ഒരു ദിവസമിൽ നബി കണ്ടതാ. ഇത് നല്ല കൃഷിയെന്നും പുകഴ്ത്തി പറഞ്ഞതാ. സഅദ് ബിൻ അബി വഖാസ് സ്വന്തം ഭൂമിയിൽ വളം ചെയ്യുവാനായി താൻ ചുമക്കും കുട്ടയിൽ ഒട്ടകത്തിന്റെ സവണകം ചുമക്കും. അങ്ങനെയാണ് പറമ്പുള്ളവൻ കൃഷി ചെയ്യണം എന്നുള്ളതാ. ചെയ്യാതിരുന്നാൽ ചെയ്യുവാൻ കൊടുക്കേണ്ടതാ. ഇതുപോലെ ജാബിരിനാൽ ഹദീസിൽ വന്നതാ. അത് മാത്രമല്ല ബുഖാരി മുസ്ലിമിൽ ഉള്ളതാ. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മൻ കാനത് ലഹു അർദുൻ, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ ഫൽയസ്റഇഹാ, അവിടെ അവൻ കൃഷി ചെയ്യട്ടെ. ഇല്ലെങ്കിലോ അവനത് പാട്ടത്തിന് കൊടുക്കട്ടെ. പാട്ടത്തിന് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വാഴെങ്കിലും വെക്കണം. അത് ഈമാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വാഴ ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ
മൻദൂദ് എവിടെയുണ്ട്? സൂറത്തുൽ വാഖിഅ. പറഞ്ഞത് വാഴയാണ് എവിടെ? സ്വർഗം. സ്വർഗം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണോ? സ്വർഗത്തിൽ കൃഷിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. സ്വർഗത്തിന്റെ കൃഷിയാണ് വാഴ. ഒരു വാഴ വെക്കോ? ഒന്ന് കൈ വെക്കോ? ഒരു വാഴ ഒരെണ്ണം വെച്ചാൽ മതി. പിന്നെ ഒരു 50 കൊല്ലത്തേക്ക് ആ പറമ്പ് നിറച്ച് വാഴ ആയിക്കോളും. അതിന്റെ ചോട്ടിൽ ഒരു 5 എണ്ണം അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ പതുക്കെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഈ ഇരട്ടി പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വേണ്ടട്ടെ, വൃത്തികേടാക്കണ്ട, വാഴക്കാടാക്കണ്ട. വാഴക്കാട് വേറൊരു സ്ഥലമുണ്ട് അല്ലേ? വാഴക്കാടാക്കണ്ട. അതിന്റെ കന്ന് ഇടക്കിടക്ക് പിരിച്ചു വെക്കണം. വാഴ നല്ല കൃഷിയാണ്, നല്ലതാ. വാഴ വളർത്തണം, നല്ലതാണ്. മോനെ, ഭൂമിയിലുള്ള മഹാന്മാരായ മുഅ്മിനീങ്ങളോട് സലാം പറയണം. അതിന്റെ കൂടെ പറയണം, സ്വർഗത്തിലെ മണ്ണവർക്കുള്ളതാണ്. അസ്സലാം കിട്ടിയവർ കാണാൻ മണ്ണുള്ളത്. നമുക്കെന്ന് തോന്നുന്ന മണ്ണിൽ നമ്മൾ പിടിപ്പിക്കുന്ന പോലെ 4 വിത്തുകളുമായ അങ്ങോട്ട് വരാവൂ. ആ 4 വിത്ത് ഭൂമിയിലാ വാങ്ങാൻ കിട്ടാ, ഭൂമിയിലാ കൊണ്ടുവരാ. അതവിടെ നടേണ്ടതാണ്. ഒന്നാമത്തെ വിത്ത് സുബ്ഹാനല്ലാഹ്. അത് ഒന്ന് നട്ടാൽ, ഒന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിത്ത് അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ വിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാലാമത്തെ വിത്ത് അല്ലാഹു അക്ബർ. നിസ്കാരശേഷം എന്തിനാണ് ഇത് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത്? നിസ്കാരശേഷം മാത്രമല്ല, സ്ത്രീകൾ അടുക്കള ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 ആ സമയം ചൊല്ലേണ്ടത്. എപ്പോ? അടുക്കള ജോലിയുടെ ക്ഷീണത്തിന് അടുക്കളയിലല്ല ഇത് ചൊല്ലേണ്ടത്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് കിടപ്പറയിൽ വെച്ചു തന്നെ ചൊല്ലണം. 34 അല്ലാഹു അക്ബറാണ്. ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ് 34 33 ഉറപ്പായിട്ട് എന്തായാലും ചൊല്ലണം. ഫാത്തിമ ബീവിയുടെ കയ്യ് പൊട്ടി. സ്വഹീഹുൽ ബുഖാരി. ഒരു യുദ്ധം കഴിഞ്ഞ് തടവുകാരെ കൊണ്ടുവന്നതിൽ അടിമകളുണ്ടെന്നറിഞ്ഞു. ഉപ്പാനെ കണ്ടാൽ വെള്ളം കോരാനും ആസുകല്ലിൽ മാവരയ്ക്കാനും ഒരാളെ സഹായത്തിന് കുറച്ചു നേരത്തേക്ക് കിട്ടും. കയ്യ് പൊട്ടിയിരിക്കുക. അടിമകളുണ്ടല്ലോ, അടിമ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒന്നറിയാൻ. കയ്യ് പൊട്ടി മാവ് അരയ്ക്കണം, അതുപോലെ തന്നെ വെള്ളം കോരണം. ചൂല് ഉപയോഗിച്ചിട്ടുണ്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിക്ക് ചൂല് കൊടുത്തതായി ചരിത്രത്തിലുണ്ട്. അപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായില്ലേ? പണിയെടുത്തിട്ടുണ്ട്. കയ്യ് പൊട്ടി ഒരു സഹായത്തിന് ഒരാള് വേണമല്ലോ. ആരെങ്കിലും യുദ്ധത്തിൽ തടവുകാരായി അടിമകളായി കൊണ്ടുവരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒരു സഹായം വേണം. വേലക്കാരിയെ തേടിച്ചെന്നു. ഇലാ ഹദറത്തി റസൂലില്ലാഹി. അള്ളാന്റെ ഹബീബിന്റെ മോൾക്ക് വേലക്കാരി വേണ്ട. അത് റസൂലുള്ളാഹിയുടെ സുഹദാണ്, ഖനാഅത്താണ്. ഈ ഭൂമിയിൽ നിന്നും ഒരാസ്വാദനവും അവിടുന്ന് ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് കാണുമോ എന്ന് ഭയന്നു. ഹസനും ഹുസൈനും ചെറുതാണ്. ആ മക്കളുടെ ശരീരത്തിൽ ഒരു ചെറിയ ലോഹത്തിന്റെ വള കിടക്കുന്നു. ഫാത്തിമ ബീവി ഭയന്നു പോയി. ഉപ്പ വന്ന് കാണുമോ? മക്കളാണെങ്കിൽ ആ വള ഒന്ന് ഊരിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞുങ്ങളല്ലേ. ഫാത്തിമ ബീവി വേഗത്തില് ഈത്തപ്പനയുടെ ഓല കൊണ്ടൊരു ചെറിയ വളയുണ്ടാക്കി, കളിക്കോപ്പുകൾ ഉണ്ടാക്കി. ഉപ്പ വരുമ്പോഴേക്കും മക്കൾക്ക് അത് അണിയിച്ചിട്ട് ലോഹത്തിൻ്റെത് വലിച്ചൂരിയെടുക്കണം. ഉപ്പ കണ്ടാൽ അത് ഇഷ്ടപ്പെടൂല. ആ ഉപ്പാക്ക് ഈ ദുനിയാവ് വേണ്ട. ആ ഉപ്പാട് ഔദാര്യമാണ് ഈ ദുനിയാവ്. വേണ്ടാതെ വെച്ച ദുനിയാവ് വേണ്ടാതെ വെച്ചു പോയ ഉപ്പയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാവ ഗർറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മക്കളെ ബലം പിടിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉപ്പ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഐഷ ബിവിയോട് ചോദിച്ചല്ലോ, സ്വർഗത്തിൽ പോവണോ എന്നല്ല ചോദിച്ചത്. സ്വർഗത്തിൽ നീ പോവാം, പക്ഷെ എന്റെ കൂടെ സ്വർഗം, എന്റെ കൂടെ സ്വർഗം
എന്റെ കൂടെ സ്വർഗം, എന്റെ കൂടെ ഇതാ അറത്തില്ലുഹു ഖബി, എന്റെ കൂടെ സ്വർഗം. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഐസ ബിവിയോട് ചോദിക്കാണ്, എന്റെ കൂടെ സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇദാ അറത്തില്ലുഹു ഖബി ഫൽകഫികി മിനദ് ദുനിയാ ഇല്ലാ കസാദിർ റാകിബി, യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ഭക്ഷണം എത്രയോ അത്രയേ ഈ ദുനിയാവിൽ നീ കരുതേണ്ടതുള്ളൂ. ഐഷ സയ്യിദുനാ റസൂലുള്ളാഹി, അവിടുത്തെ ജീവിതം അതാണ്, അവിടുത്തെ ജീവിതം അതാണ്, അവിടുത്തെ ജീവിതം അതാണ്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം കിട്ടാൻ അങ്ങനെ ജീവിക്കണമെന്നാ പഠിപ്പിച്ചത്. ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടാന്ന് വെച്ചോളൂ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ദുനിയാവിന്റെ സുഖാസ്വാദനങ്ങൾ വേണ്ടാന്ന് വെച്ചോളൂ. തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഹദീസ്, ഖാല റസൂലുള്ളാഹി ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. അള്ളാന്റെ ഹബീബിനോട് സ്വഹാബി ചോദിച്ചത്, അള്ളാഹ്ക്കും ഇഷ്ടം ഉണ്ടാവണം എന്നോട്, ആളുകൾക്കും ഇഷ്ടം ഉണ്ടാവണം, അങ്ങനെ വല്ല അമലുമുണ്ടോ? ഉണ്ട് മോനെ. ആളുകളുടെ കയ്യിലുള്ളതൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. 10 പൈസയുടെ ഉപകാരം ഇന്ന് വരെ അങ്ങേരെ കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ മൂപ്പർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. ആ 10 പൈസയുടെ ഉപകാരം 10 പകുതിയാക്കിക്കോ, 5 പൈസയുടെ ഉപകാരം ഉണ്ടായാൽ മതി. അതോടുകൂടെ തീർന്നു. ആ പൈസ കടം ചോദിക്കണവരെ ആ സ്നേഹമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നിന്ന് ചോദിച്ചു. ഒരു അത്യാവശ്യത്തിന് എന്തിനു ചോദിക്കാലോ എന്നൊരു ചാൻസ് ഉണ്ടെന്ന് ഓർത്താ കൂടെ നിന്നത്. ചോദിച്ചോടുകൂടി ഇതേ തീർന്നു. അതാ മനുഷ്യന്റെ അവസ്ഥ. ആളുകളുടെ കയ്യിലുള്ള ചോദിക്കാതിരുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹിന്റെ കയ്യിലുള്ള ചോദിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവിന്റെ കയ്യിലുള്ള ചോദിച്ചുകൊണ്ടിരുന്നു. ദുനിയാവിലുള്ള വേണ്ട വെച്ചോ, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഫാത്തിമ ബിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, പോയിക്കോ. അപ്പൊ അടിമേനം കൊണ്ട് നല്ല അടിമേനായിട്ട് വരുന്ന ഓർത്ത് സഹായത്തിന് രാത്രിയാ ചെന്നത്. 2 ആള് കിടക്കാൻ നേരായി. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു, ഇത് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രാത്രി അലി വരുമ്പോഴേക്ക് അങ്ങോട്ട് എത്തിയത്. മുഹമ്മദ് നബി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. 2 ആളുടെ ഇടയിൽ അങ്ങിരുന്നു ആ കട്ടിൽ എന്ന് പറയാവുന്ന അവർ കിടക്കാവുന്ന സൗകര്യത്തിൽ. എന്നിട്ട് 2 പേരോടും പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, 100 ചൊല്ലിക്കോ. നിനക്ക് ഖാദിമിനെ വെച്ച് തരുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷീണം ഉണ്ടാവില്ല എന്ന് ഈ ഹദീസ് പറഞ്ഞു തരുമ്പോൾ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് ബുഖാരിയുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞതായി ഓർക്കുന്നു. അള്ളാഹു ഉസ്താദിന്റെ ഖബർ വിളിച്ചാക്കട്ടെ. ഇത് ചൊല്ലിയാൽ ക്ഷീണമുണ്ടാവില്ല എന്ന് ഷെയ്ഖുന ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതായി ഓർക്കുന്നു. അള്ളാഹു അവിടുത്തെ ഖബർ വിളിച്ചാക്കട്ടെ. അങ്ങനെയാണ് ഈ 3 ദിക്റുകൾ കൊണ്ട് ക്ഷീണം മാറ്റാൻ പറ്റും. കിടക്കാൻ നേരവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെയാണ്. അപ്പൊ ജീവിതത്തിൽ ആ ദിക്ർ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം നബി പറഞ്ഞു 3 വിത്തതായി. 4ാമത്തെ വിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുക. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മദീനക്കാർക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി നേരത്തെ ഹിജ്റ പോയ സ്വഹാബിയാണ്. വലിയ മഹാനാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനായിരുന്നു. അവസാനം മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്ത് മറവ് ചെയ്യാൻ കഫൻ പുടവ തികഞ്ഞിട്ടില്ല. ഒരു പഴയ പുതപ്പ് മാത്രം തലയിലേക്ക് വലിച്ചിട്ടാൽ കാലുപുറത്ത്, കാലിലേക്ക് വലിച്ചിട്ടാൽ തലപുറത്ത്. എങ്ങനെ കഫൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മയ്യത്ത് കഫൻ ചെയ്യാൻ ഇത് ഖർപുല്ലെന്ന് പറയുന്ന ഒരു പുല്ലുണ്ട് മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ. ആ പുല്ല് കൊണ്ടുവന്നിട്ട് തല മൂടിക്കോ, കാലിന്റെ ഭാഗത്ത് ആ പുല്ല് വെച്ചുകൊണ്ട് കഫൻ ചെയ്തോ എന്ന് പറഞ്ഞ് സ്വന്തം കഫൻ പുടവയ്ക്ക് പോലും പണം തികയാതെ മരിച്ചുപോയ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ ഹബീബിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് നബി തങ്ങൾ ചിരിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു സന്തോഷത്തിന്റെ ചോദ്യമുണ്ട്. സഹാബികളെ, അല്ലാഹ് കബൂലാക്കിയ 1000 പുണ്യം ഒരു ദിവസം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റോ?
സുബൈ മുതൽ ഒരു 10 ദിവസത്തെ കൂട്ടിയാൽ തന്നെ ഒരു 65-70 മാക്സിമം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ഒരു സമൂഹ നോമ്പുതാറ നടത്തിന്ന് വെച്ചു, എന്നാലും ഒരു 30 വരെയല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു നോമ്പുറ നടത്തിയ 30 നന്മയായിട്ട് കൂട്ടിക്കും. അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കോ? പറ്റുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നടക്കൂല കാര്യം. എന്ത് ചോദ്യ നബിയത്? ഒരു ദിവസം അള്ളാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്ക് പറ്റുന്നായി പറയുന്നത്? പറ്റും മോനെ, പറ്റും. അള്ളാന്റെ ഹബീബ് ദിക്ർ പറഞ്ഞു കൊടുത്തു. യുസബ്ബിഹു മിഅത തസ്ബീഹ, 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എത്ര? 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഫയുക്തബു ലഹു 1000 ഹസന, 1000 നന്മ അല്ലാഹു രേഖപ്പെടുത്തി. ഔ യുഹത്തു അൻഹു 1000 ഖതിആ, 1000 പാപം അല്ലാഹു പൊറുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദിക്റേതാ സുബ്ഹാനല്ലാഹ് എത്ര വട്ടം? 100 വട്ടം. നമ്മൾ ഹയാത്താക്കേണ്ട രാവിൽ ചൊല്ലേണ്ട ദിക്റുകളിൽ സുബ്ഹാനല്ലാഹയുടെ എണ്ണം മറക്കണ്ട. 100 സുബ്ഹാനല്ലാഹ് മഗ്രിബ് മുതൽക്ക് സുബഹി വരെ സമയമുണ്ട്, എപ്പോഴെങ്കിലും ചൊല്ലി വെച്ചാ മതി. ഇനി കേട്ടോളൂ, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബിയു, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ, സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ചൊല്ലാൻ മറന്നിട്ടില്ല. ഏത് ദിക്ർ? അൽഹംദുലില്ലാഹ്. ആ ദിക്ർ സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഒരുപോലെ ചൊല്ലാൻ മടികാട്ടാത്തവരെ, നിങ്ങളെയാണ് സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്ക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ സ്വർഗത്തിലേക്ക് അവരെത്തുമ്പോഴും അവർ പറയും, സ്വർഗത്തിലേക്ക് എത്തിയത് ദിക്ർ ചൊല്ലിയിട്ടാ. സ്വർഗം കിട്ടിയത് ദിക്ർ ചൊല്ലിയിട്ടാ. ഇനി സ്വർഗത്തിൽ കയറിയിട്ട് ദിക്ർ ചൊല്ലി ഇനിയിപ്പോ എന്തുട്ടോ കൊടുക്ക? മനസ്സിലായില്ല? സ്വർഗം കിട്ടുന്നത് ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോഴാണല്ലോ. അതൊക്കെ കൊടുത്ത് ഹിസാബൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോണ വഴിക്ക് ഫരീഖും ഫിൽ ജന്ന, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് 2 സൈഡിലേക്ക് തിരിച്ചു വിട്ടു. വലത് സൈഡിൽ കൂടെ പോയവരൊക്കെ സ്വർഗത്തിലേക്കും ഇടത് സൈഡിൽ കൂടെ നരകത്തിലേക്കും. ഈ വലത് സൈഡിൽ കൂടെ പോയ പഹയൻ ഇവൻ ഇതിങ്ങനെ ചൊല്ലി അവസാനം എന്തായി? അവന്റെ വായിലിപ്പോ അൽഹംദുലില്ലാഹ് വരുള്ളൂ. അത് സ്വർഗത്തിൽ കയറിയിട്ട് ഇപ്പൊ ഇനിയിപ്പോ എന്താ പറഞ്ഞ? സ്വർഗത്തിൽ കയറി ഇപ്പൊ ഖുർആനാണിതേ. സ്വർഗത്തിൽ കയറി കഴിഞ്ഞു, ഇവിടം വരെ എത്തില്ല, സിറാത്തൊക്കെ കടന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താ പറയാ മനുഷ്യന്മാരെ? ജീവനുള്ള സാധനമാണല്ലോ ഈ നാവും വർത്താനൊക്കെ ഉള്ള ആള്. എന്റെ ആള് മൂപ്പര അവിടെ കയറിയിട്ട് അള്ളാഹുവിനെ ചിറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. എന്താ പറഞ്ഞേ? അൽഹംദുലില്ലാഹ്. ഇനി എന്ത് ചെയ്യും? ഇനി ഇതിനിപ്പോ എന്താ ആരാ കൂലി കൊടുക്കുക? മനസ്സിലായില്ല? ഈ ഹിസാബ് എന്ന് പറഞ്ഞ കൂലി കൊടുക്കുന്ന പരിപാടിയാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് സ്വർഗം കൊടുത്ത് പറഞ്ഞിട്ട് ഇനി അതിനപ്പുറത്തേക്ക് കൊടുക്കാനില്ല. ഇതും വാങ്ങി അവിടെ വന്നിട്ട് പിന്നെയും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് ദിക്ർ. അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയ അല്ലാഹുവേ, നാവിലതേ വരൂ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അൽഹംദുലില്ലാഹ് ചൊല്ലി സ്വർഗത്തിലേക്ക് പോകുന്നവൻ വരുമ്പോഴേക്കേ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ മെല്ലെ മെല്ലെ തുറന്ന് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവന്റെ വരവ് കാണുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന മലക്കുകൾ ഞെട്ടിപ്പോകും. പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നവനാണ് അവിടെ നിൽക്കുന്നവനോട് സലാം പറയേണ്ടത്. പക്ഷെ അൽഹംദുലില്ലാഹ് ചൊല്ലി വരുന്നവൻ മഹാനായതുകൊണ്ട് അവിടെ നിൽക്കുന്ന മലക്ക് പ്രോട്ടോകോൾ തെറ്റിച്ചിട്ട് അങ്ങോട്ട് സലാം പറയും. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും. മലക്ക് അങ്ങോട്ട് വരുന്നവനോട് നിൽക്കുന്നവൻ അങ്ങോട്ട് പ്രോട്ടോകോൾ തെറ്റിച്ച് സലാം പറയുമെന്ന് സൂറത്ത് സുമർ പരിശുദ്ധ ഖുർആൻ. സലാം അടക്കും അവരിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറുമ്പോ തന്നെ അവർ പറയും, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ. വാക്ക് പാലിച്ച അല്ലാഹ്, വാക്ക് പാലിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞു അല്ലാഹ്. അൽഹംദുലില്ലാഹ് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ കൂലി എവിടെയാന്ന് അല്ലാഹുവിനറിയാം. അതാണ് ലൈലത്തുൽ ഖദറില് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ. മൂസാ നബി അല്ലാഹുവോട് ചോദിച്ചല്ലോ, പടച്ചോനെ
അള്ളാഹുവെ, മഹാനായ ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. നേരം വൈകിട്ടുണ്ട്, ഞാൻ വേഗം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അൻ നബി സഈദ് അൽ ഖുദ്രി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വത്രേ, ഖാല മൂസ യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅദ്ഉക ബിഹി. അല്ലാഹുവേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിന്നോടത് ചൊല്ലി ദുആറക്കാൻ വല്ലതും ചൊല്ലാൻ തരുമോ അല്ലാഹ്? അങ്ങനെയുണ്ടല്ലോ, വല്ലതും ചൊല്ലാൻ തരുമോ? അങ്ങനെ ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ട്. വല്ലതും ചൊല്ലാൻ തരുമോന്ന്, എന്തിനൊക്കെ ചൊല്ലാം. മൂസാ നബി അള്ളാഹു ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്തെന്താ തരുമോ? അള്ളാഹു പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ നബിയെ. ഇഷ്ടപ്പെടുവോ? അള്ളാഹുവിന്റെ കലീമിനോട് ഇപ്പൊ ഇതാ കൊടുക്ക. അള്ളാഹുവിന്റെ കലീമ് ചോദിച്ചാൽ അതാണോ കൊടുക്ക? അള്ളാഹുവോട് മൂസാ നബി ചോദിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട, മൂസാ നബി തന്നെ അത് ചിന്തിച്ചിരുന്നു. യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ, എല്ലാവരും ചൊല്ലണതല്ലേ, ഞാൻ നിന്റെ കലീമല്ലേ, നീ എനിക്ക് എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തരാ? നമാ ഉരീദു ശൈഅൻ തഖസ്സുനി ബിഹി, ഞാൻ മാത്രം ചൊല്ലാവൂ, എനിക്ക് മാത്രമേ ചൊല്ലാൻ കിട്ടാവൂ, ഇതുവരെ ആരും ചൊല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ ഒരു വെറൈറ്റി ദിക്റ ഞാൻ ചോദിച്ചത്. അല്ലാഹു മൂസ നബിയോട് പറഞ്ഞ വർത്താനുണ്ട്. യാ മൂസ ലൗ അന്ന സമാവാതി സബഅ വആമിറഹുന്ന ഗൈരി വൽ അർളീന സബഅ വലഅന ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ മലക്കുകളും സർവ്വ സൃഷ്ടികളും, ഞാനല്ലാത്ത എൻ്റെ സർവ്വ സൃഷ്ടിചരാചരങ്ങളും, അല്ലാഹു അല്ലാത്ത അവന്റെ സർവ്വ സൃഷ്ടിചരാചരങ്ങളും ചെയ്ത എല്ലാ അമലും കൊണ്ടുവന്ന് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച അപ്പുറത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റക്ക് വെച്ചാൽ, അത് ചൊല്ലണ്ട പോലെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഭാരം കൂടുതൽ ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണെന്ന് അല്ലാഹു മൂസ നബിയോട് മറുപടി പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. ഇനി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറുക്കുമ്പോ, ആ മുറിവ് സാധ്യമല്ലാതെ വരുമ്പോ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ വിളിച്ചു പറഞ്ഞ ദിക്റാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മലക്കുകൾ വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞതാണ്. മഹാനായ ഇസ്മായിൽ നബി അറിവ് നടക്കാത്തപ്പോ അവിടെ കിടന്ന് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞതാണ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാര് വിളിച്ചു പറഞ്ഞ? ഇസ്മായിൽ നബി. മനസ്സിലായില്ലേ? ആ തക്ബീർ 3 പാർട്ടാണ്. ഒന്നുകൂടി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആര് പറഞ്ഞു? മലക്കുകൾ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ അലൈഹിസ്സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ തൗഹീദിന്റെ പ്രചാരകൻ വിളിച്ചു പറഞ്ഞു. അത് ആര്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അറിവിൽ നിന്നും എന്റെ ഉപ്പ രക്ഷപ്പെട്ടല്ലോ, ഉപ്പ പ്രിയപ്പെട്ട ഉപ്പ പരീക്ഷണത്തിൽ വിജയിച്ചല്ലോ, കൂടെ ഞാനും വിജയിച്ചല്ലോ. മകൻ വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന് ഹംദ് പറഞ്ഞല്ലോ. അല്ലാഹു അക്ബർ ഒരു വലിയ ദിക്റാണ്. നിസ്കാരത്തിന്റെ തുടക്കം എന്താ? ഫർദായ ഒരു തക്ബീറാണ്, തക്ബീറത്തുൽ ഇഹ്റാം. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണല്ലോ. നിസ്കാരത്തിൽ തഹ്രീം കൊണ്ടുവരുന്നത് അതുവരെയുള്ള പലതിനെയും അടച്ചുപൂട്ടി ഇനി അത് ആവർത്തിക്കൽ ഇവിടെ ഹറാം എന്ന രീതിയിൽ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. വലിയ ശ്രേഷ്ഠതയാണ്. ഒരെണ്ണം കൂടി പറയാം. 5ാമത്തെ ആ ദിക്ർ, 5 ഒരുമിച്ച് പറഞ്ഞതിൽ 5ാമത്തേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി കൊടുക്കുന്ന ഉപദേശം നസായി ഇമാമിന്റെ സുനനിലുണ്ട് ഹദീസ്. ഔസാനി ഖലീലി അബുൽ ഖാസിം അൻ നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന. മഹാനായ അബൂദറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, മോനെ
നിന്നോട് ഞാൻ വസിയത്ത് പ്രാധാന്യത്തിൽ പറയട്ടെ. അതായത് ഞാൻ വഫാത്തായാലും നീ മുടക്കല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഞാൻ വഫാത്തായാലും നീ മുടക്കല്ലേ. ഔസാനി, മരണത്തോട് ബന്ധപ്പെടുത്തി ഞാൻ മരിച്ചാലും നീ മുടക്കല്ലേ എന്ന് പറയുന്ന കാര്യത്തിന് വസിയത്ത് എന്ന് പറയാ. ഞാൻ വസിയത്തായി പറയട്ടെ, നീ ലാ ഹൗല വർദ്ധിപ്പിക്കണേ. കാരണം അത് സ്വർഗത്തിന്റെ നിധിയാ. സ്വർഗത്തിന്റെ നിധി 4 അതിൽ 4ാമത്തെ നിധി ലാ ഹൗലയാ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ നിധി 4 സ്വർഗത്തിന്റെ നിധി 4. ആ 4 4ാമത്തേത് ലാ ഹൗലയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, കേട്ടോളൂ. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിലെ ഹദീസ് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസ് കേട്ടോ, മൻ ഹൗഖല മിഅത മറ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ലാ ഹൗല 100 ചൊല്ലുന്ന ആൾക്ക് ഒരിക്കലും ദാരിദ്ര്യമില്ലാതെ എല്ലാ ദിവസവും ചൊല്ലേണ്ട ദിക്റാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ലാ ഹൗല 100 ചൊല്ലുന്ന ആൾക്ക് ദാരിദ്ര്യമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് ചരിത്രങ്ങളുണ്ട് സംബന്ധമായി ഞാൻ പറയുന്നില്ല. പിന്നെ ഉള്ളത് അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ നബിയോട് പറഞ്ഞു ചൊല്ലാൻ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലേ? എത്ര എണ്ണം പറഞ്ഞു? ഇപ്പൊ 10 ടോട്ടൽ പറഞ്ഞു. 8 ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 1 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 100 ചൊല്ലാവുന്നതാണ്, ഇഷ്ടമുള്ള എണ്ണം. 2 അസ്തഗ്ഫിറുല്ലാഹ് 100 ചൊല്ലിയിരിക്കണം. 1000 വരെ ചൊല്ലിയാൽ നന്നായിരുന്നു. 3 പറഞ്ഞ സ്വലാത്താണ്. 1000 എന്തായാലും ചൊല്ലണം. ഇപ്പൊ 3 പറഞ്ഞില്ലേ? ഇനി പറഞ്ഞ 5 ഒരുമിച്ച് പറഞ്ഞത് 100 അതിന്റെ കോഴ്സ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പെട്ടായി 8 നിൽക്കാം. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് സംബന്ധമായിട്ടൊരു ഹദീസ് പറയും. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ കാണാം, മഹാനായ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. വേഗം അവസാനിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി ദഅവതു ദിന്നൂനി ഇദ്ദആ വഹുവ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബിയുടെ ഈ ദുആ, ഇന്നഹു ലം യദഉ ബിഹാ മുസ്ലിം ഫീ ശൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബല്ലാഹു ലഹു ബിഹാ. ഈ ദുആ ചൊല്ലിയിട്ട് ആരെങ്കിലും അല്ലാഹുവോട് ദുആ എന്നാൽ, ഈ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ആരെങ്കിലും ദുആ എന്നാൽ അതിന്റെ ഉത്തരം തടയപ്പെടുന്നതല്ല, അതിന് വേഗത്തിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാസിറുദ്ദീൻ അൽബാനി ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇമാമിന്റെ മുസ്നദിലുണ്ട്, ഇമാം ഹക്കീമിന്റെ മുസ്തദരക്കിലുണ്ട്. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഗർഭിണി ഇത് വർദ്ധിപ്പിക്കൽ നല്ലതാ, അപകടങ്ങൾ ഉണ്ടാവില്ല. ഇത് ദുആഉൽ ഖർബിൽപ്പെട്ട ദിക്റാണ്. ഇത് വർദ്ധിപ്പിക്കൽ നല്ലതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 10ാമത്തെ ദിക്റാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം. സലാം പറയും ആര്? മലക്കുകൾ സലാം പറയുന്ന രാവല്ലേ? മലക്കുകൾ സലാം പറയുന്ന രാവായതുകൊണ്ട്, സലാമിന്റെ ആയത്തോതണം. അതൊരു പ്രധാന ദിക്റാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹിനെ ഓർക്കാൻ പറ്റുന്ന എല്ലാ വാക്കുകൾക്കും ദിക്ർ എന്ന് പറയാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അത് മലക്കുകൾ സലാം പറയുന്ന രാവാണ്. അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കൽ പുണ്യമാണ്. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എണ്ണം പറയാൻ വിട്ടുപോയി. 100 അത് 100. പറ്റുമെങ്കിൽ 100 അല്ല 33 ചൊല്ലാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എണ്ണം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ശരിയായ എണ്ണം 1479. ഇത്തിരി സമയം എടുക്കരുത്, ചൊല്ലി അറിയാൻ 50 മിനിറ്റ് വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒറ്റയടിക്ക് ചൊല്ലണ്ട. രാത്രി നേരം കിട്ടില്ല എന്ന് പറഞ്ഞാ രാത്രിയിൽ അവസാനിച്ചാൽ മതി. പകൽ മുതലേ ചൊല്ലി വെച്ചോ, കുറച്ച് രാത്രിയിൽ അവസാനിപ്പിച്ചാൽ മതി. ഏതാണ് ദിക്ർ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏതൊരു ആവശ്യം നടക്കാനും 1479 എണ്ണം മറക്കണ്ട. 1479
7-9 പ്രാവശ്യമാണ് ആ ദിക്റിന്റെ കണക്ക്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 1479. ഇങ്ങനെ 10 ലൈലത്തുൽ ഖദർ ഹയാത്താക്കുന്ന ഒരു മനുഷ്യര് ഈ 10 ദിക്റുകൾ ആദ്യം പറഞ്ഞത് മറന്നു പോരട്ടോ. ഉറക്കമൊക്കെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം ഹയാത്താക്കാൻ. ചില ആളുകൾ ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവര് റാത്തീബിന് വന്ന് ഇരിക്കണ മാതിരി. കാരണം റാത്തീബിന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ആട്ടം തുടങ്ങും. അപ്പൊ ഹയാത്താക്കാൻ വന്ന് ഇരിക്കുമ്പോൾ തന്നെ തുടങ്ങും ആട്ടം. അത് പറ്റൂല. ഹയാത്താക്കാൻ വരുന്നവർ ഹയാത്താക്കാനായിട്ട് തന്നെ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അനുഭവിക്കാൻ ഭാഗ്യം നൽകട്ടെ. അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇലാ ഹദറത്ത് നബിയിന വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى أرواح أهل الخير كلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفر الله إن الله غفور رحيم. أستغفر الله 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 العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله
قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة നസൂഹാ. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറഞ്ഞു ചെയ്ത ദോഷത്തെ തൊട്ടും പരസ്യമായി ചെയ്ത രഹസ്യമായി ചെയ്ത എല്ലാ വൻദോഷത്തെ തൊട്ടും എല്ലാ ചെറുദോഷത്തെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു തമ്പുരാനേ. റബ്ബനാ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരത്തോട് അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ഏറ്റമേറ്റം ചെയ്തു നടന്ന അടിയാറുകളാകുന്നു. തമ്പുരാനേ, നിന്റെ റഹ്മത്ത് എന്ന തൗബ എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. തമ്പുരാനേ, ഇനി ഒരിക്കലും ഒരു ദോഷത്തിലേക്കും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും ഖൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു. തമ്പുരാനേ, നീ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുത്ത് തൗബയെ കബൂൽ ചെയ്യണം. തമ്പുരാനേ, നിന്റെ കൃപ കൊണ്ടും നിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ടും നീ ജഹന്നം എന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം. തമ്പുരാനേ, റബ്ബനാ ലാ തുസിഇ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ തമ്പുരാനേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗബയും നേർവഴിയും ദീൻ ഇസ്ലാമും തന്നതിന് ശേഷം അത് വിട്ട് നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിനെ നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ആക്കിക്കളയല്ലേ. തമ്പുരാനേ, നിന്റെ അടുക്കലുള്ള റഹ്മത്തിനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഓസാരമായി തരണേ. തമ്പുരാനേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ
വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനേ, നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടെ മരിപ്പിച്ച് ഖബറിലകം കടത്തി ഖബറിൽ നിന്ന് വീണ്ടും ഹയാത്തിട്ട് മഹ്ശറയിലേക്ക് യാത്രയാക്കിയാൽ നന്മയും തിന്മയും എഴുതപ്പെട്ട 7 കിതാബിനെ ഞങ്ങളുടെ വലത് കൈയിൽ തരീപ്പിച്ച് സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിഖാഇനെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തെയും ഞങ്ങളുടെ 2 കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ തമ്പുരാനേ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت وأستغفرك وأتوب إليك يا رب العالمين. അല്ലാഹുവേ, സ്വീകരിക്ക തമ്പുരാനെ, തൗബ കബൂലാക്ക് അല്ലാഹ്. ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഭാഗ്യം നൽകുക അല്ലാഹ്. റമളാൻ കൊണ്ട് ഖൽബ് കഴുകിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾ നീ പരിഗണിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമലുകൾ ബാത്തിലാവാനും അത് കബൂലാവാതിരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ അതിനോടനുബന്ധമായി പിന്നെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ അമല് പൊളിയല്ല അല്ലാഹ്. അല്ലാഹുവേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹലാലായ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. ഇവിടെ പങ്കെടുക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിച്ചു കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബെ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ഒരുപാട് റമളാൻ വരവേൽക്കാൻ നീ ഭാഗ്യം നൽകുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബെ, വൈവാഹിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് ഇടപെടല്ലേ അല്ലാഹ്. സലാമത്തിലാക്കണേ അല്ലാഹ്. അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.